പൊതുവായി കാണുന്ന ഒരർത്ഥമുണ്ടല്ലോ തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ. ആ രൂപത്തിൽ വെള്ളാപ്പള്ളി എന്നല്ല ആര് വിളിച്ചാലും ശരി അതിന് വ്യക്തമായ തെളിവ് കയ്യിലുണ്ടാവണം ഹാജരാക്കാനായി. അല്ലാതെ വിളിക്കാൻ ഒരാൾക്കും ഒരവകാശവും ഇന്ത്യ രാജ്യത്തില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ആൾ തന്നെയാണ് ഞാൻ. അതിലൊന്നും ഒരു സംശയവുമില്ല. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അതാണല്ലോ അടുത്ത പ്രശ്നം. റാഹിസ് റഷീദിൻ്റെ വിദ്യാർത്ഥി പശ്ചാത്തലത്തിലെ MSF ബന്ധം, ഈരാറ്റുപേട്ട എന്നുള്ള ബന്ധം, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്നുള്ള ബന്ധം, അതൊക്കെയാണ് രണ്ടാമത് അദ്ദേഹം ഊന്നുന്ന ഒരു വിഷയം. അതും ഒട്ടും ഔചിത്യമില്ലാത്ത പരാമർശമാണ് അദ്ദേഹം അക്കാര്യത്തിൽ കാണിച്ചത്. അതൊന്നും ഇവിടെ ഒട്ടും റിലവൻ്റേ അല്ല. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം പറയാം, പറഞ്ഞു നിർത്തുകയോ നിർത്താതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഒരാളുടെ ജാതകം പരിശോധിക്കാനൊന്നും അദ്ദേഹത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. തൊഴിൽപരമായ ജാതകം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ജാതകം എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ തൊഴിൽപരമായ ജാതകവും മതപരമായ ജാതകവും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി എന്നല്ല ആര് പറഞ്ഞാലും ശരി അതൊന്നും വകച്ചു കൊടുക്കാൻ മനസ്സില്ല എന്ന് എവിടെയും വിളിച്ചു പറയുന്ന ആളുമാണ് ഞാൻ. അതൊന്നും അംഗീകരിക്കുകയുമില്ല. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പ്രമോദ്, അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അത് തീവ്രവാദം എന്ന് താങ്കൾ പറഞ്ഞ വെർബലി ആ ഒരു പ്രയോഗത്തിന് എന്താണ് സാങ്കത്യം എന്ന് ചോദിച്ചാൽ, അത് മാത്രമായി തീവ്രവാദിയാണ് ഒരാൾ എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾക്കെതിരെ സുവമോട്ടോ കേസെടുക്കാൻ പോലീസിന് അധികാരമില്ല, സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ല. തീവ്രവാദം എന്ന് പറയുന്നത് ആ സച്ച് ഏത് തരത്തിലുള്ള തീവ്രവാദം എന്ന് വ്യവച്ഛേദിക്കേണ്ടി വരും. ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും കേന്ദ്ര ഭരണകൂടം ആവർത്തിച്ച് ഉപയോഗപ്പെടുത്തുന്നതുമാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്ന കാര്യവും അതിന്റെ നിയമപരമായ വശങ്ങളിലേക്കും നമുക്ക് വരാം. പക്ഷെ ഞാൻ താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ആര് പറഞ്ഞാലും എന്ന ഒരു പ്രയോഗം തന്നെ ഈ അവസരത്തിൽ പ്രസക്തമല്ല എന്ന് തോന്നുന്നു. ഇത് വെള്ളാപ്പള്ളി നടേശൻ മാത്രം പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രസ്താവനയെ അതേപടി തള്ളിക്കളയാനും അത് അങ്ങേയറ്റം സമൂഹത്തെ വിഭജിക്കുന്നതും തീർത്തും വർഗീയവുമായ ഒരു പരാമർശമാണ് എന്ന് പ്രസ്താവന നടത്തേണ്ട സമയം കഴിഞ്ഞില്ലേ CPM-ൽ നിന്ന് ഏതെങ്കിലും നേതാവ്? അത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതിലെനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതാണ് പറഞ്ഞു വന്നതും. അപ്പോൾ താങ്കൾ പറഞ്ഞു അതിപ്പോൾ ചർച്ച ചെയ്യണ്ടെന്ന് പറഞ്ഞു. വേണ്ട, ചർച്ച ചെയ്യുന്നില്ല, ആ ഘട്ടമാകുമ്പോൾ ചർച്ച ചെയ്തോളാം. പിന്നെ ആര് പറഞ്ഞാലും എന്ന് ഞാൻ പറയാൻ കാര്യം, ഈ മുസ്ലിം സമുദായത്തിലെ ആക്ടിവിസ്റ്റുകൾക്ക് പൊതുവേ സംഘി ഹാൻഡിലുകൾ ചാർത്തി കൊടുക്കാറുള്ള ഒരു ബ്രാൻഡിങ് ഉണ്ടല്ലോ, ജിഹാദികൾ. അതാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന അതാണ്.